പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ദൃശ്യം 3 ഏപ്രിൽ 2-ാം തീയതിയാണ് തിയേറ്ററിൽ എത്താൻ പോകുന്നത്. എല്ലാ ദൃശ്യം 3യുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ അമ്മോ എല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. ലോകത്തെമ്പാടുമുള്ള സിനിമാ പ്രേമികൾ ദൃശ്യം 3യുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റിന് വേണ്ടി കാത്തിരിക്കും. അതിനിടയിൽ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ദൃശ്യം 3 ടീസർ പുറത്തു വരുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഇത് ചിലപ്പം കുറച്ച് ദിവസത്തിനുള്ളിൽ ടീസർ പുറത്തു വരാനുള്ള സാധ്യതയുണ്ട്. ഏകദേശം 1 മിനിറ്റ് 44 സെക്കൻഡോളം ദൈർഘ്യമുള്ള ടീസർ ആയിരിക്കാം പുറത്തു വരാൻ പോകുന്നത്. ഒരു പക്ഷേ 20-ാം തീയതിക്ക് മുമ്പിൽ ആട് 3 ഒക്കെ പുതിയ റിലീഫൊക്കെ 19-ാം തീയതിയാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. അതിന് മുന്നോടിയായിട്ട് തന്നെ ദൃശ്യം 3യുടെ ടീസർ പുറത്തു ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. ദൃശ്യം 3യുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളെല്ലാം നമുക്ക് പുതുമ നൽകുന്ന മലയാള സിനിമയുടെ ഇന്നേ വരെ കാണാത്ത പല ദൃശ്യങ്ങളുമാണ് കാണിച്ചു തരുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാകും. കാര്യം പനോരമ സ്റ്റുഡിയോ വരുന്നു, അത് വിലയ്ക്ക് വാങ്ങുന്നു, 360 കോടിയാണെന്ന് പറയുന്നു. അതും രഞ്ജിത്തിനെ പോലും നിർമ്മാതാവ് പറയുന്നു 360 കോടി രൂപയ്ക്ക് പനോരമയ്ക്ക് വേണ്ടി വിറ്റു എന്ന്. ആ സമയത്ത് ഷൂട്ടിംഗ് പോലും നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. പിന്നെ ഓവർസീസ് അവകാശങ്ങൾ വിറ്റുപോകുന്നത് 50 കോടി രൂപയ്ക്ക് മുകളിലാണ് എന്നുള്ള വാർത്ത വരുന്നു. നോർത്ത് അമേരിക്കയിൽ നിന്ന്, USA നിന്നും കാനഡയിൽ നിന്നും മാത്രമായി മലയാളത്തിലെ ഒരു സിനിമ 10 കോടിക്ക് മുകളിൽ വിറ്റുപോയതായിട്ടുള്ള വാർത്ത വരുന്നു. ഇപ്പോഴത്തെ പുതിയൊരു വാർത്ത വരുന്നു, OTT അവകാശം 85 കോടി രൂപയ്ക്ക് വിറ്റുപോയി എന്നുള്ളത്. OTT സ്ട്രീം അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു ചാനലാണ്. അവർ OTTയുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ പ്രക്ഷേപണം ചെയ്യുന്ന ചാനൽ തന്നെയാണ്. അവരാണ് ഈ വാർത്ത പുറത്തു വിട്ടിരിക്കുന്നത്. 85 കോടിക്ക് OTT അവകാശം വിറ്റുപോയതായിട്ടാണ്. ഔദ്യോഗികമല്ല, അനൗദ്യോഗികമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തു വരും. 85 കോടിക്ക് ഇതിൻ്റെ അവകാശം വിറ്റുപോയി എന്ന് പറഞ്ഞപ്പം ഈ ദൃശ്യം 3യുടെ ഇത് മുടക്ക് മുതൽ എത്രയായിരിക്കുമെന്ന് ഏകദേശം നമുക്ക് ഊഹിക്കാനേ ഉള്ളൂ. മോഹൻലാലിൻ്റെയും മീനയുടെയും ഒക്കെ വീടും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, വലിയ സാങ്കേതിക മേന്മയുള്ളതോ ഭയങ്കര ഹൈപ്പ് നൽകുന്ന സാധനങ്ങളൊന്നും ഇതിനകത്ത് കൊണ്ടുവരാറില്ല. അപ്പോൾ ഒരു സാധാരണ ഒരു കുടുംബത്തിൽ നടക്കുന്ന ചിത്രമാണ്. സാധാരണ നമുക്കറിയാം ഒരു കുടുംബ ചിത്രവുമായിട്ട് ബന്ധപ്പെട്ട് എന്തുമാത്രം ബഡ്ജറ്റ് ആകാനാണെന്നുള്ളത്. ഏകദേശം 40 കോടിയിലൊക്കെ മുടക്കുമുതൽ തീരേണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള ചിത്രം എത്ര കോടി റിലീഫിന് മുമ്പ് തന്നെ ലാഭം നേടി എന്നുള്ളത് നമുക്ക് പറയാതെ തന്നെ മനസ്സിലാവും. പ്രത്യേകിച്ച് പറയേണ്ട, 85 കോടിക്ക് OTT വിറ്റുപോയെന്ന് പറയുന്നു, 50 കോടിക്ക് മുകളിൽ ഇതിൻ്റെ ഓവർസീസ് അവകാശം വിറ്റുപോയെന്ന് പറയുന്നു, 10 കോടി നോർത്ത് അമേരിക്കയിൽ നിന്നും കാനഡയിൽ നിന്നും മാത്രമായി ഇതിൻ്റെ അവകാശം വിറ്റുപോയെന്ന് പറയുന്നു. അപ്പോൾ ഇതിൻ്റെ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ തന്നെയാണ് തുടർച്ചയായിട്ട് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ലാഭവിഹിതം ഇരട്ടിയല്ല, ഇരട്ടിയുടെ ഇരട്ടിയൊക്കെ ഇത് റിലീഫ് ആകുന്ന മുമ്പേ മാറി. അതിനിടയിലാണ് പനോരമ ഇത് 360 കോടി രൂപയ്ക്ക് വിറ്റതായിട്ടും പറയുന്നു. അപ്പം വിറ്റത് കൊണ്ട് പനോരമയ്ക്ക് ഏതായാലും നഷ്ടമൊന്നും ഉണ്ടാകത്തില്ല. അവർ കൃത്യമായിട്ട് മനസ്സിലാക്കിയായിരിക്കുമല്ലോ. ഇതിൻ്റെ ഹിന്ദി പതിപ്പ് ഇറക്കാനുള്ള താല്പര്യത്തിനാണ്. ഏകദേശം ഒക്ടോബറിലാണ് ഇതിൻ്റെ ഹിന്ദി പതിപ്പ് ഇറങ്ങാൻ പോകുന്നത്. കഴിഞ്ഞ 2 ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ വൻ വിജയമായിരുന്നു. കാരണം ഏകദേശം 200-250 കോടിയോളം ഹിന്ദിയിൽ നിന്ന് മാത്രമായി ഇത് നേടി. ഒരു പക്ഷേ അവർ പ്രതീക്ഷിക്കുന്നത് ചിലപ്പോൾ 1000 കോടിക്ക് അടുത്തായിരിക്കാം ഹിന്ദി പതിപ്പിൽ നിന്ന് ഇത് നേടാൻ പോകുന്നത്. ദൃശ്യം 3യുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളെപ്പോഴും വിചാരിക്കുന്ന പോലെ മലയാളികൾ മാത്രമല്ല, അന്യഭാഷക്കാരും എല്ലാം ദൃശ്യം 3 ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ദൃശ്യം 3 എന്തായി മാറി, ദൃശ്യം 3യുടെ ക്ലൈമാക്സ് എന്താണ്, ദൃശ്യം 4 ഉണ്ടോ എന്നൊക്കെയാണ് എല്ലാവരും നോക്കിക്കാണുന്നത്. ഇതെല്ലാം ജിത്തുവിനറിയാം, പിന്നെ ലാലേട്ടനും ആൻ്റണിക്കും ഒക്കെ അറിയാം. നമുക്കൊക്കെ ഇതറിയണമെങ്കിൽ തിയേറ്ററിൽ വന്ന് തന്നെ കാണണം. ഏപ്രിൽ 2-ാം തീയതി നമ്മൾ കാത്തിരിക്കുകയാണ്. യുദ്ധത്തിൻ്റെ ചില അന്തരീക്ഷമുണ്ട്. ഞാൻ ഇന്നലെ തന്നെ ഇട്ടു, GCC രാജ്യങ്ങളിലൊക്കെ ഇത് റിലീസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു കൺഫ്യൂഷനൊക്കെ നിലനിൽക്കുന്നുണ്ട്. അപ്പോഴത്തേനും ഇതൊക്കെ അവസാനിക്കുമായിരിക്കാം. അങ്ങനെ ദൃശ്യം 3 വൻ അത്ഭുതം കാണിച്ചു തന്നെയാണ്. ദൃശ്യം മാജിക് എന്നൊക്കെ പറയത്തില്ലേ, ആ മാജിക്കിലൂടെയാണ് ദൃശ്യം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. റിലീഫിന് മുമ്പ്, റിലീഫ് കഴിഞ്ഞ് എന്തൊക്കെ അത്ഭുതങ്ങൾ കാണാൻ കിടക്കുന്നു എന്നുള്ളത് നമുക്കിപ്പോൾ പറയുക വയ്യ. കാത്തിരുന്ന് കാണുക തന്നെ. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്താം. ഓക്കെ, ബൈ.